ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു കേട്ടോ, ഒന്ന് കാലത്ത് ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് മസാലക്കറി വെക്കാമെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചിരിക്കുകയാണ്. പിന്നെ ഇന്ന് എന്താണെന്നറിയില്ല, എന്തോ ഒരു എനർജി അവിടെ ഒരു ലോ ഉള്ള പോലെ. അപ്പോൾ ഞാൻ ഫോണിൽ കുറച്ച് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു കാരണം ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഡൗൺ ആയിരിക്കും. എന്താ കാരണം എന്ന് ആലോചിച്ചാൽ ഒരു കാരണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനത്തെയൊക്കെ വെച്ച് കേൾക്കും. ഇങ്ങനത്തെ മോട്ടിവേഷനൊക്കെ കേൾക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്യണ പോലെ തോന്നും കേട്ടോ. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് അപ്പം തന്നെ ഒപ്പം ഇട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങും പിന്നെ അത് നന്നായി വെന്തുടഞ്ഞാലോ വെച്ചിട്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. ഒരു 2 വിസിൽ വന്നതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുള്ളൂ. ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഒരുമിച്ചാണ് ഇടുന്നത്. പിന്നെ വറവിട്ടെടുക്കുക ചെയ്യുക. ചപ്പാത്തി ഉണ്ടാക്കണോണ്ട് തന്നെ ഞാൻ ഇന്ന് ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ചോറ് ഞാനെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ. ആര്യന് സ്കൂളിൽ കൊണ്ടുപോകാനും ചപ്പാത്തി കൊടുത്തയക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവന് കറി ഇഷ്ടപ്പെട്ടാൽ അവൻ ചപ്പാത്തി കൊണ്ടുപോകും. ഇല്ല വെച്ചെങ്കിൽ ഞാനപ്പോൾ തറവാട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ചോറ് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാലത്ത് എനർജി ഇല്ലാതെ എണീക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് പണി ചെയ്യാനൊന്നിനും തോന്നില്ല കേട്ടോ. വെറുതെ ഇരിക്കാനേ തോന്നുള്ളൂ. എനിക്കിങ്ങനെ മൂടി പതച്ച് കിടന്നുറങ്ങാൻ തോന്നും. എൻ്റെ വീട്ടിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം അങ്ങനെ കിടന്നുറങ്ങായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് പറ്റില്ലല്ലോ. ആരിനെ സ്കൂളിൽ പറഞ്ഞയക്കണം വെച്ചെങ്കിൽ കാലത്ത് എണീറ്റ് തന്നെ പറ്റുള്ളൂ. ചപ്പാത്തിയുടെ മാവ് ഫുള്ള് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ചുട്ടെടുക്കുകയാണ്. ഇല്ലാച്ചെങ്കിൽ ഞാൻ ചപ്പാത്തി പരത്തലും ചുട്ടെടുക്കലും ഒപ്പം ചെയ്യാറുണ്ട് കേട്ടോ. അന്ന് എനിക്ക് ഒന്നും ഇങ്ങനെ സ്പീഡിൽ ചെയ്യാനൊന്നും വയ്യ. അപ്പോൾ ഞാനൊക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ ചോറ് വയ്ക്കുന്നില്ലല്ലോ. ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെക്കാമെന്നാണ് വിചാരിക്കണത്. ചപ്പാത്തിയൊക്കെ നന്നായി പൊന്തി വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തി. പിന്നെ അതായത് ഞാൻ കറിക്കുള്ളത് ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വറവിട്ടെടുക്കുകയാണ് കേട്ടോ. ഈ മസാലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ വെക്കാനും നല്ല എളുപ്പമാണ്. ഞാൻ ജസ്റ്റ് ഉരുളക്കിഴങ്ങ്, ഉള്ളി, പിന്നെ ഗ്രീൻ പീസ് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ചു. പിന്നെ അത് ലാസ്റ്റ് വെന്തതിന് ശേഷം വറവിലേക്ക് കടുകിട്ടിട്ടാണ് വറവിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം ഗരം മസാലയും പെരിഞ്ചീരകവും അത്രയും ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ലാസ്റ്റ് ഞാൻ ഗരം മസാല കുറച്ച് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടക്കിയിട്ടുണ്ട് കേട്ടോ, കറിക്ക് ഒരു ലേശം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ വയ്ക്കുമ്പോൾ ഞാൻ ഉള്ളി അത് എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് പൊടികൾ ഇടുക ചെയ്യാറ്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് എനിക്കൊരു ലേശം പുളി ഉണ്ടാവുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു ലേശം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതായിരുന്നിപ്പോൾ ഞാനാണ് ആരിനെ കൊണ്ടാക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ബസ് കാത്തിരിക്കുക കേട്ടോ. അവിടെ ഒരു കടയുടെ അവിടെയാണ് ബസ് കാത്തിരിക്കുക. പിന്നെ ആരിനൊക്കെ പോയതിൻ്റെ ശേഷം ഞാനും സീമോളും കൂടിയിട്ട് ഒരു 10:30 ആകുമ്പോൾ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ വന്നിട്ട് അവൾക്ക് വൈറ്റമിൻ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു ഇവിടെ. വാക്സിൻ എടുക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ സീമോളനായിട്ട് പോയത്. വാക്സിനൊക്കെ എടുക്കാണ്ടായിരുന്നു വെച്ചെങ്കിൽ പിന്നെ ഞാൻ ആരെങ്കിലും കൊണ്ടുപോകും. എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നല്ല കരച്ചിലും ബഹളമൊക്കെ ആവില്ലേ. ആ സമയത്ത് കുട്ടികളെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ആയിട്ടാണ് കേട്ടോ പോവാറ്. ഇന്നിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് മരുന്ന് കുടിച്ചിട്ട് കണ്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് പോന്നു കേട്ടോ. പോയി വന്നപ്പോഴേക്കും ഒരു 11 മണി വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചതച്ചത് എണ്ണയിലിട്ടിട്ട് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ അധികം എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം മസാലയൊക്കെ ഇട്ട് ഞാനത് വഴറ്റി വരുമ്പോഴേക്കും തന്നെ തീ കൂടിയിട്ട് അടിയിൽ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളി പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ അടുപ്പത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ തീ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പിന്നെ ഒന്നാമത് ഓർമ്മ ഉണ്ടാവില്ല. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കാര്യം മറന്നു പോകും. അപ്പോഴേക്കും പൊടിയൊക്കെ ഇട്ട് വരുമ്പോഴേക്കും സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി പേസ്റ്റാക്കി ഒഴിച്ചതിൻ്റെ ശേഷം ഉണ്ടാക്കി പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ കരിഞ്ഞു പിടിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ ആകെ തിരക്കിട്ടിട്ട് എല്ലാം കൂടി ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സംഭവമൊക്കെ മറന്നുപോയി. തക്കാളി പേസ്റ്റാക്കിയിട്ട് ഒഴിക്കണോണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടപ്പോൾ ചിക്കൻ്റെ കൂടെ ലിവറും കൂടി വീണിട്ടുണ്ട്. ഞാനിങ്ങനെ അതിട്ടിട്ട് ഇങ്ങനെ നമ്മളെ ഇളക്കുമ്പോൾ അതൊക്കെ ആകെ നാശമായി പോയാലോ വെച്ചിട്ട് ലിവർ ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ് കേട്ടോ.
നന്നായി ചിക്കനൊക്കെ ഇളക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അടി പിടിക്കുമെന്ന് പേടി. അപ്പോൾ സ്റ്റൗമ്മേലാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എനിക്ക് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അത്രയ്ക്കാണ്ട് അറിയാത്ത കാരണം ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിറകൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കുന്നുണ്ട്, അതെങ്ങാനും അടി പിടിച്ചാലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഞാൻ ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇതപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല, ഇങ്ങനെ കുറച്ച് ഇതിൽ തന്നെ ഇരുന്നിട്ട് വേവട്ടെ, എന്നിട്ട് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ചിക്കൻ ഞാൻ അതാ വീണ്ടും വന്ന് നോക്കുമ്പോൾ അതേ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിരുന്നിട്ട് വേവുമ്പോൾ നല്ല ടേസ്റ്റ്, എങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഉരുളക്കിഴങ്ങിൽ ആ മസാലയൊക്കെ പിടിച്ചിട്ട് അതങ്ങനെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കായ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. തറവാട്ടിൽ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഇങ്ങനെ കായ അരിഞ്ഞിടുമായിരുന്നു, പച്ചക്കായ. അപ്പോൾ അങ്ങനെ ഉണ്ടാ ഞാൻ ആദ്യമായിട്ട് കഴിക്കണത്. ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ആ കായ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് എനിക്ക്. കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നതിൻ്റെ ശേഷം ഞാൻ സീമോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സീമോൾ ടോയ്സൊക്കെ പരത്തിയിട്ടിട്ടുണ്ട് സോഫയിൽ. അതാ സ്റ്റിക്കി നോട്ടൊക്കെ ആകെ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു അരമണിക്കൂർ വേണം. അതിൻ്റെ ഇടയിൽ ആ ചിക്കൻ കറിയൊക്കെ നന്നായി വെന്തോളും. ഞാൻ ടി വിയിൽ സീമോൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് അവൾ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കണത്. ചിക്കനൊക്കെ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലത്തെ വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഫ്രിഡ്ജിലിരുന്നിട്ട് വെറുതെ നാശമായി പോകും, ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലേക്ക്. പിന്നെ ഞാൻ എന്താ ഇട്ട് കൊടുത്ത് കുറച്ച് മറ്റേ ചിക്കൻ മസാല അല്ലേ, അല്ല ഗരം മസാല ഒരു ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് അവിടെ അടച്ചു വെക്കുകയാണ്. ചിക്കൻ ഞാൻ ഉണ്ടാക്കിയ അടുപ്പത്ത് തന്നെ വെക്കണില്ല കേട്ടോ, ഞാനത് എടുത്തിട്ട് മാറ്റിയിട്ട് അപ്പുറത്തെ നടുക്കിൽ അങ്ങനെ തീയൊന്നും ആവില്ലല്ലോ, അവിടേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. പിന്നെ ഞാൻ മറ്റേ കലം വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. സീമോൾക്ക് ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. എനിക്കിന്ന് ചോറിലേക്ക് മുരിങ്ങാട്ടിലും പരിപ്പും കൂടിയിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ എന്താ ചിക്കൻ കറി വെച്ചതല്ല, ചിക്കൻ വരട്ടിയ പോലെ ആക്കി എടുത്തിട്ടുണ്ടല്ലോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നത്തേക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായി. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ തരത്തിലാവും, ചില പ്രാവശ്യം ശരിയാവും, ചില പ്രാവശ്യം ഒന്ന് പാളിപ്പോവും. എന്നാലും ഇപ്രാവശ്യത്തേക്ക് നല്ല ഇഷ്ടമായി.